വിശദമായി നോക്കാം. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. 11 പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി 11 പ്രതികളും 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്നും നിർദ്ദേശിച്ചു. ആർ രാകേഷിന്റെ റിപ്പോർട്ട് കാണാം. 2002 ഗുജറാത്ത് കലാപത്തിനിടെ അന്ന് 21 വയസ്സ് പ്രായമുള്ള ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ഒപ്പം കുടുംബത്തിലെ കുഞ്ഞുൾപ്പെടെ 7 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഈ കേസിലെ പ്രതികളെ കഴിഞ്ഞ 2022 ഓഗസ്റ്റ് 15-നാണ് ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത്. അതായത് 14 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ശിക്ഷയിൽ ഇളവ് നൽകിക്കൊണ്ട് ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്. ഇതിനെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനു, ഒപ്പം തന്നെ CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. സുപ്രീം കോടതി ഏതായാലും ഇളവ് നൽകിയ പ്രതികളെ മോചിപ്പിച്ച നടപടി, ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കിയിരിക്കുകയാണ്. ഒപ്പം കടുത്ത വിമർശനവും സുപ്രീം കോടതി ഉന്നയിച്ചു. അതായത് 2022 മെയ് മാസത്തിലാണ് പ്രതികളിൽ ഒരാൾ ഇത്തരത്തിൽ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ചില വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളോട് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഇത്തരമൊരു അനുകൂലമായ ഉത്തരവ് സമ്പാദിച്ചത്. തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ പ്രതികളെ 2022 ഓഗസ്റ്റ് 15-ന് മോചിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ 2021 തന്നെ ഗുജറാത്ത് സർക്കാർ ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാരിന് ഈ പ്രതികളെ മോചിപ്പിക്കാൻ അധികാരമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഈ ഉത്തരവ് ലഭിച്ച ഉടൻ പ്രതികളെ മോചിപ്പിക്കുന്ന നടപടിയാണ് ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ചെന്ന വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. മാത്രമല്ല, ഈ കേസിന്റെ വാദത്തിനിടയിൽ എല്ലാം തന്നെ ഗുജറാത്ത് സർക്കാർ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് കോടതി വ്യക്തമാക്കി. ഒപ്പം ഗുജറാത്ത് സർക്കാരിന് ഇത്തരത്തിൽ പ്രതികളെ മോചിപ്പിക്കാൻ യാതൊരു അധികാരവുമില്ല. കാരണം ഈ കേസിന്റെ വിചാരണ എല്ലാം നടന്ന് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനമെടുക്കാനുള്ള അധികാരം മഹാരാഷ്ട്ര സർക്കാരിനാണെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതികൾ ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെ ഇളവ് ചെയ്ത നടപടി റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണം എന്ന നിർദ്ദേശമാണ് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പ്രതികൾക്കൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരിനും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശം വിവാദമായിരിക്കെ മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെയാണ് വിളിച്ചുവരുത്തിയത്. പരാമർശത്തിൽ ഹൈക്കമ്മീഷണറെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതായാണ് സൂചന. ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ മാലിദ്വീപ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയവും വിളിച്ചുവരുത്തി. പരാമർശം വിവാദമായതിന് പിന്നാലെ മന്ത്രിമാരായ മറിയം ഷിനുവ, മാൽഷ ഷെരീഫ്, അബ്ദുള്ള മഹൂസ് മജീദ് എന്നിവരെ മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. മന്ത്രിമാരുടെ പരാമർശത്തിൽ ക്ഷമ ചോദിക്കുന്നതായി മാലിദ്വീപ് ഇവ അബ്ദുള്ള ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാലിദ്വീപ് പ്രസിഡന്റ് ചൈനയിലെത്തി. The words by the minister are in no way a reflection of how the Maldivian people view India and Indian people. So I do want to apologize. And across the political spectrum, political parties and politicians, former ministers and current even coalition partners in the government and my own party, the minority party in parliament, we've all condemned these derogatory remarks by the minister in the government of Maldives. And I want to obviously use this opportunity to say to the Indian people, please keep coming to the Maldives. We appreciate and value your presence here in the Maldives. We value the doctors you send. We value the teachers you send. We value the tourists you send. So please do keep coming back. We're an intertwined people, culturally, socially. We're intertwined, and we can't separate that. And I do hope that these remarks by the minister will be a one-off, and it won't be a reflection of either the Maldivian people or even the government of Maldives. It is not it is not an opinion that any government in the Maldives can afford to take. പ്രമുഖ ടൂറിസം കമ്പനിയായ ഈസ്റ്റ് മൈസ് ട്രിപ്പ് മാലിദ്വീപിലേക്കുള്ള ടൂറിസം ബുക്കിംഗ് പൂർണ്ണമായി റദ്ദാക്കി. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. हमने रिसेंटली जो सोशल मीडिया पे चल रहा है, जो हमें बयान सुनने में मिल रहे हैं मालदीव्स के गवर्नमेंट के रिप्रेजेंटेटिव से, उसके तहत हमने डिसाइड किया है कि अब हम
आगे से कोई भी मालदीव्स की बुकिंग एक्सेप्ट नहीं करेंगे। हमारे देश में 3 लाख लोग हर साल मालदीव जाते थे, अब वो ईज़मा ट्रिप पे ये फैसिलिटी अवेल नहीं कर पाएंगे। ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് മാലിദ്വീപിന് മുന്നോട്ട് പോവാനാവില്ലെന്ന് നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ ഇത്ര അടുത്തുള്ള ഒരു രാജ്യം ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ലല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. അത് ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ്. ഇതിൽ ചൈനയാണ് ഒരു വില്ലൻ എന്ന് പറയാം. കാരണം ചൈനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൺസെഷൻസ് വാങ്ങിക്കുന്ന ഒരു രീതിയാണ് മാൽഡീവ്സ് പണ്ടും, മാൽഡീവ്സ് മാത്രമല്ല ശ്രീലങ്കയും നേപ്പാളും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചെറിയ രാജ്യങ്ങൾ പലതരത്തിൽ ഇന്ത്യയിൽ നിന്ന് കൺസെഷൻസ് നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നത്തിലേക്കൊന്നും ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ തീർച്ചയായിട്ടും അതിന് അപ്പോളജൈസ് ചെയ്യും. നമ്മളും അത് തീർത്ത് പറയും, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെ അത് അവസാനിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. മാലിദ്വീപിന്റെ പുതിയ നിലപാടിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചു. എക്കാലത്തും മാലദ്വീപിന്റെ സാമ്പത്തികവും സൈനികവുമായ പല കാര്യങ്ങളിലും ഭാരതമായിരുന്നു താങ്ങി നിർത്തിയിരുന്നത്. മാലദ്വീപ് ഇപ്പോൾ ഒരു ഭരണമാറ്റം വന്നപ്പോൾ പുതിയ പ്രസിഡന്റിന്റെ കീഴിലെ ഒരു ഭരണകൂടം ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാട്, അതികഠിനമായ ഇന്ത്യ വിരോധവും ഇന്ത്യ വിരുദ്ധ നിലപാടും എടുക്കുന്നതിന്റെ പിന്നിൽ ഒരു പരിധിവരെ ചൈനയും പാകിസ്ഥാനുമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ചൈനയുടെ ഒരു പ്രഖ്യാപിത പോളിസിയാണല്ലോ സ്ട്രിംഗ് ഓഫ് പേൾസ്. അതനുസരിച്ച് ഇന്ത്യയെ ചുറ്റി മാലദ്വീപിനെ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങളെ, ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും മാലദ്വീപിനെയും ശ്രീലങ്കയും എല്ലാം ഉൾപ്പെടുത്തി ഇന്ത്യക്കെതിരെ ഒരു നാവിക പ്രതിരോധം ഒരുക്കി തീർക്കുക. ഒരു ഉപരോധം എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും നാവികമായി ഇന്ത്യൻ നേവിയുടെ കടന്നുകയറ്റത്തെ ചെറുക്കുക എന്നൊരു ലക്ഷ്യവുമുണ്ട്. അതുകൊണ്ട് കടലുകൾ വാഴാൻ വെമ്പുന്ന ചൈനയുടെ ഒരു മോഹമാണ് മാലദ്വീപിനെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തുക എന്നത്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ. ജനുവരി 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊച്ചിയിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. വയനാട് പുൽപ്പള്ളിയിൽ പട്ടാളക്കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ടൂവീലർ പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പോലീസ് അജിത്തിനെ മർദ്ദിച്ചത്. വലതുകാലിന്റെ എല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. അജിത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുൽപ്പള്ളി സ്റ്റേഷനിൽ എത്തിച്ചും ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതിയിലുണ്ട്. കോഴിക്കോട് വെസ്റ്റ് സ്റ്റീൽ കമാൻഡിംഗ് ഓഫീസർ എത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവ സമയത്ത് പോലീസ് മദ്യപിച്ചിരുന്നുവെന്നും അജിത്ത് പറഞ്ഞു. എസ് അനീഷ് കുമാർ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, പട്ടാളക്കാരനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു സംഭവത്തിന് തുടക്കം? എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ 5-നാണ് ഈ പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടായത്. വയനാട് പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അജിത്തും കുടുംബവുമായി പോവുകയായിരുന്നു. ഇവിടെ വെച്ച് ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായി. ഒരു വശത്തേക്ക് വാഹനം കടത്തിവിടരുതെന്ന് പോലീസുകാർ, ഡ്യൂട്ടിക്കുള്ള പോലീസുകാർ പറയുകയായിരുന്നു. എന്നാൽ ആ വഴിക്ക് മറ്റ് വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അജിത്തിനോട് പോലീസുകാർ തട്ടിക്കയറുകയായിരുന്നു എന്നാണ് അജിത്ത് പറയുന്നത്. അതിനുശേഷം ക്രൂരമായ മർദ്ദനം ഉണ്ടായി. ഇതിനുശേഷം പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ വലിച്ചിഴച്ചു കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും പറയുന്നു. വലതുകാലിന് പൊട്ടലേറ്റിട്ടുണ്ട്. മറ്റു ശരീരത്ത് കാര്യമായ പരിക്കേറ്റതിന്റെ പാടുകളുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിലവിൽ സൈനികനായ ജോലി നോക്കുന്നത് കൊണ്ട് തന്നെ സൈനിക ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ കമാൻഡിംഗ് ഓഫീസർ നവീൻ ബെഞ്ചിത്താണ് ഇന്ന് അജിത്തിനെ സന്ദർശിച്ച് വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ആരായുകയും ചെയ്തത്. ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസും വിശദീകരണം നൽകുന്നു. ഈ സൈനികനുമായി ഉത്സവവുമായി ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണത്തിന് ചുമതലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി സൈനികൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ചൊരു പോലീസുകാരനെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാരും അജിത്തും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അജിത്തിനെ നാട്ടുകാർ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവര് ഇരുകൂട്ടരും തമ്മിൽ, നാട്ടുകാരും അജിത്തുമായി സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ വെച്ചുണ്ടായ സംഘർഷത്തിൽ ഒരുപക്ഷെ അജിത്തിന് മർദ്ദനമേറ്റതും കാലിന് പരിക്ക് പറ്റിയതുമാകാം എന്നാണ്
പോലീസും പറയുന്നത്. സ്റ്റേഷനിൽ വെച്ച് ഈ അജിത്തിനെ സൈനികനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നും വിശദീകരിക്കുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് തൊട്ടു മുമ്പ് ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് പോലീസിന്റെ കൈവശം അജിത് ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും പോലീസിന്റെ കൈവശമുണ്ട് എന്നും പറയുന്നു. ഒപ്പം താനൊരു സൈനികനായിരുന്നു എന്ന വിവരം അജിത്ത് പറഞ്ഞില്ല. ഇതിന് പകരം പോലീസുകാരോട് തട്ടിക്കയറുകയും ചീത്ത വിളിക്കുകയും നാട്ടുകാരുടെ മറ്റുമൊക്കെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഈ സംഭവ സമയത്ത് പോലീസ് മദ്യപിച്ചിരുന്നു എന്നാണ് അജിത്ത് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്താണ് അവർ പറയുന്നത്? പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസുകാരെ നേരെ തട്ടിക്കയറി ഹെൽമറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് അജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് ഈ വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ട ഒരു സമയമാണ്. പുൽപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ വലിയ ശ്രമകരമായാണ് ഈ ഗതാഗതം നിയന്ത്രിച്ചതെന്നാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഈ സമയത്ത് പ്രകോപിതരായിരുന്നു. അവരും അജിത്തുമായി വാക്കേറ്റത്തിലും മറ്റും അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ സൈനികന്റെ വിശദീകരണം അനുസരിച്ച് പോലീസ് അങ്ങേയറ്റം പ്രകോപനപരമായ ഇടപെടലാണ് നടത്തിയത്. ഒരു വശത്തേക്ക് മറ്റു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തന്റെ വാഹനം പോലീസ് തടയുകയായിരുന്നു. തന്റെ വാഹനം കൂടി വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് പ്രകോപിതരായി പെരുമാറി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഉടനെ താനൊരു സൈനികനാണ് എന്ന് പട്ടാളത്തിലാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞുകൂടി കൂടുതൽ രോഷാകുലമായ അല്ലെങ്കിൽ കൂടുതൽ പ്രകോപിതമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് അജിത് പറയുന്നത്. അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്നും അജിത്ത് പറയുന്നുണ്ട്. ശരി, സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ ലോഡ്ജിൽ യുവതിക്ക് നേരെ ഉടമയുടെ ആക്രമണം. എറണാകുളം നോർത്തിലുള്ള ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമയായ ബെൻ ജോയ്, സുഹൃത്ത് ഷൈജു എന്നിവർ ചേർന്നാണ് യുവതിയെ മർദ്ദിച്ചത്. ലോഡ്ജിൽ താമസിക്കാനെത്തിയ യുവതിക്ക് നേരെയാണ് മർദ്ദനമുണ്ടായത്. ഹോട്ടലിൽ നടന്ന വാക്ക് തർക്കത്തിനിടെ ഉടമ മർദ്ദിച്ചെന്ന യുവതിയുടെ പരാതിയിൽ പ്രതികളെ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. യുവതിയും സുഹൃത്തുക്കളും അടങ്ങുന്ന 8-അംഗ സംഘമാണ് ഹോട്ടലിൽ താമസിക്കാനെത്തിയത്. 2 മുറികളെടുത്തായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുപോയി തിരിച്ചു വന്ന സമയത്ത് ഹോട്ടലിന് ലോബിയിൽ വെച്ച് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ഹോട്ടൽ ഉടമ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Value your presence here in the Maldives. We value the doctors you send. We value the teachers you send. We value the tourists you send. So please do keep coming back. We're intertwined people. Culturally, socially, we're intertwined and we can't separate that. And I do hope that these remarks by the minister will be a one-off and it won't be a reflection of either the Maldivian people or even the government of Maldives. It is not it is not an opinion that any government in the Maldives can afford to take. हमने रिसेंटली जो सोशल मीडिया पे चल रहा है, जो हमें बयान सुनने में मिल रहे हैं मालदीव्स के गवर्नमेंट के रिप्रेजेंटेटिव से, उसके तहत हमने डिसाइड किया है कि अब हम आगे से कोई भी मालदीव्स की बुकिंग एक्सेप्ट കലോത്സവം അവസാന മണിക്കൂറുകളിലേക്ക്. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന് സ്വർണ്ണക്കപ്പ്. 952 പോയിന്റാണ് കണ്ണൂർ നേടിയത്. 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. MG മിഥുൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂരിന് അല്ലേ?
തീർച്ചയായും കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ ഈ സ്വർണ്ണക്കപ്പിൽ മുത്തുവെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായുള്ള കോഴിക്കോടിനെ മറികടന്ന് 3 പോയിന്റ് വ്യത്യാസത്തിലാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ കപ്പുമായി പോയിരിക്കുന്നത്. പക്ഷേ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ ഒരുപക്ഷെ കോഴിക്കോട് തന്നെ കപ്പ് നിലനിർത്തും, 22ാമത്തെ കപ്പുമായി അവർ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള ശുഭസൂചനകൾ തന്നെയായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ പിന്നീട് കാര്യങ്ങൾ മാറിമറിയായിരുന്നു. അതായത് മലയാളം നാടകത്തിലാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. മലയാളം നാടകത്തിൽ 0 ഗ്രേഡ് പോയിന്റ് മാത്രമായിരുന്നു കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അപ്പീലിലൂടെ അവർക്കത് A ഗ്രേഡായി മാറുകയും വിലപ്പെട്ട 5 പോയിന്റ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവർ ചിന്തിച്ചിരുന്നത് അപ്പീൽ വന്നാൽ പോലും തന്നെ C ഗ്രേഡോ അല്ലെങ്കിൽ B ഗ്രേഡിലേക്ക് പോകുക, അത്തരത്തിൽ വന്നാൽ പോലും ഒരു മേൽക്കൈ കോഴിക്കോടിനുണ്ടാകുമെന്നായിരുന്നു നേരത്തെ ചിന്തിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറിമറിയുന്നതാണ് കണ്ടത്. A ഗ്രേഡിലേക്ക് വരികയും 5 പോയിന്റ് നിർണായകമായ 5 പോയിന്റ് കണ്ണൂർ ജില്ലയ്ക്ക് ലഭ്യമാവുകയും അങ്ങനെ കിരീടം അവർ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം, അതായത് ഇംഗ്ലീഷ് കിറ്റ് മത്സരം വിഭാഗത്തിന്റെ ആയിരുന്നു. അതിൽ ഒരുപക്ഷെ കൂടുതൽ മേൽക്ക് കോഴിക്കോട് നേടാനായാൽ പോലും തന്നെ കിരീടത്തിലേക്ക് എത്താൻ അവർക്കത് മതിയാവുകയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇംഗ്ലീഷ് കിറ്റിലും കണ്ണൂരിന്റെ താരം 5 പോയിന്റ് കരസ്ഥമാക്കി, A ഗ്രേഡ് സ്വന്തമാക്കിയും അങ്ങനെ 952 പോയിന്റുമായി കണ്ണൂർ ജില്ല മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ കോഴിക്കോടിന്റെ മാഷിമാരുമൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ കപ്പ് വീണ്ടും നിലനിർത്താനാകും, അവർക്ക് വീണ്ടും 7 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കപ്പ് അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളം നാടകത്തിന്റെ ആ ഒരു അതായത് അതിന്റെ വിധി പ്രസ്താവന വരുന്നത് അപ്പീലിലൂടെ അവർക്ക് A ഗ്രേഡായി മാറുന്നത്. അതിലൂടെ അവരുടെ ഈ കപ്പിലേക്കുള്ള അല്ലെങ്കിൽ അതിന്റെ മോഹത്തിന് അസ്തമയം വീഴുകയാണ് എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കുകയും ചെയ്തത്. അങ്ങനെ നിർണായക 5 പോയിന്റ് നേടിയതോടുകൂടിയാണ് 22ാമത്തെ കപ്പ് ലക്ഷ്യമിട്ടെത്തിയ കോഴിക്കോട് ജില്ലയെ മറികടന്നുകൊണ്ട് കണ്ണൂർ ജില്ല വീണ്ടും 62ാമത് സ്കൂൾ കലോത്സവത്തിൽ മുത്തമിടുകയും ചെയ്തിരിക്കുന്നുണ്ടായാലും വളരെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. ആദ്യം തുടക്കത്തിലെ തന്നെ കണ്ണൂർ ജില്ല ആദ്യ 2 ദിനങ്ങളിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നിലവിലെ ചാമ്പ്യന്മാർ കടന്നു വരുന്നതാണ് നമുക്ക് കണ്ടത്. പിന്നീടുള്ള 2 ദിവസവും ഇന്ന് രാവിലെ കൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റം കോഴിക്കോടിന്റെ പിള്ളേരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി ഒരുപക്ഷെ 22ാം കിരീടം കോഴിക്കോട് പിന്നീട് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് കഴിഞ്ഞിരുന്നത്. പക്ഷേ അത് അപ്രതീക്ഷിതമായുള്ള തിരിച്ചടിയിലോടുകൂടി ആ ഒരു നിർണായക 5 പോയിന്റ് അപ്പീലിലൂടെ ലഭിച്ചതോടുകൂടി കണ്ണൂർ ജില്ലയ്ക്ക് അത് സ്വന്തമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിന്റെ മണ്ണിലേക്ക് ഇനി സ്വർണ്ണക്കപ്പ് യാത്രയാവുകയാണ്. സമാപന സമ്മേളനമാണ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. മമ്മൂട്ടി അടക്കമുള്ളവർ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ വേദിയിലേക്ക് അല്പസമയത്തിനകം കടന്നു വരികയും ചെയ്യും. അത്തരത്തിൽ വർണ്ണാഭമായി ഒരുക്കിയിരിക്കുന്നതായാലും കണ്ണൂരിന്റെ ചുണക്കുട്ടികളെല്ലാം തന്നെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന് സ്വർണ്ണക്കപ്പ്. 952 പോയിന്റോടുകൂടി കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് തൊട്ടു പിന്നിലാണ്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മിഥുൻ, എന്തായാലും ഒരു വടക്കനാധിപത്യം അത് പൂർണ്ണമായും സംസ്ഥാന കലോത്സവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അങ്ങനെയല്ല, നമുക്കറിയാമല്ലോ ഭവ്യ, അതായത് കാലാകാലങ്ങളായി കാണുന്നതാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ വരുന്നത്. പക്ഷേ മറ്റു ജില്ലകളിലൊക്കെ തന്നെ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ആതിഥേയത്വം വഹിച്ച കൊല്ലം ജില്ലയിൽ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് നിലവിൽ 5ാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് കൊല്ലം ജില്ല ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 910 പോയിന്റ് നേടി കൊല്ലത്തെ ചുണക്കുട്ടികൾ അവരുടെ ഒരു വരം അറിയിക്കുകയും ചെയ്തു. അവരുടെ നാട്ടിൽ നടന്ന കലോത്സവത്തിൽ ഒരു മികച്ച മുന്നേറ്റം നടത്താൻ കൊല്ലത്തെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വവി സൂചിപ്പിച്ച പോലെ തന്നെ വടക്കൻ ജില്ലയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കപ്പ് പോകുന്നു. മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കാണോ കപ്പ് പോകുന്നത് എന്നുള്ളൊരു ഉത്തരം മാത്രമായിരുന്നു നമുക്ക് അറിയേണ്ടതായിട്ടുള്ളായിരുന്നത്. പക്ഷേ അത് മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനി അവസാന നിമിഷമാണ്. ആ കപ്പ് ഏറ്റുവാങ്ങാനുള്ള സമാപന സമ്മേളനമാണ്. അവിടെ വർണ്ണാഭമായ ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ അവിടേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ സമാപന ചടങ്ങുകൾ ആരംഭിക്കുകയും അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്ന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ ഒരുപക്ഷെ കോഴിക്കോട് തന്നെ കിരീടം നിലനിർത്തും, 22ാമത് കിരീടം അവർ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഉള്ള ആത്മവിശ്വാസം ഒരാഴ്ച മുമ്പ് അവിടുത്തെ കുട്ടികൾ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിന് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് ഈ മലയാളം നാടകത്തിലൂടെയായിരുന്നു. 0 ഗ്രേഡ് മാത്രം ഉണ്ടായിരുന്ന
കണ്ണൂർ ജില്ലയ്ക്ക് അപ്പീലിന് പോകുന്നു. അപ്പീലിന് ശേഷം അത് എ ഗ്രേഡായി മാറുന്നു. അതിനു മുമ്പ് വരെ, അതായത് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ ഒരു പ്രതീക്ഷ കോഴിക്കോടുണ്ടായിരുന്നു. അതായത് ഒരുപക്ഷെ സി ഗ്രേഡോ അല്ലെങ്കിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ ഒരു ബി ഗ്രേഡ് വരെ എത്തിയാൽ പോലും 2 പോയിന്റ് മാത്രമായിരിക്കും കണ്ണൂർ ജില്ലയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ കിരീടത്തിലേക്ക് കോഴിക്കോട് എത്താൻ സാധിക്കുകയും ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് പക്ഷേ പിന്നീട് അപ്രതീക്ഷിതം എന്നോണം അത് 5 പോയിന്റ് ആകുന്നു. എ ഗ്രേഡ് കണ്ണൂർ ജില്ലയ്ക്ക് അപ്പീലിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലാണ് 22ാമത്തെ കപ്പെന്ന മോഹത്തിന് കോഴിക്കോട് ആഘോഷ പരിപാടികളാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കി കണ്ണൂരിന് കലാകിരീടം. 947 പോയിന്റോടെ കണ്ണൂർ കിരീടം സ്വന്തമാക്കി. കോഴിക്കോട് 944 പോയിന്റിലാണ്. വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടത്. അവസാന പോയിന്റ് നില പരിശോധിക്കുമ്പോൾ കണ്ണൂർ 1ാം സ്ഥാനത്ത് 952 പോയിന്റിൽ നിൽക്കുന്നു. തൊട്ടു പിന്നാലെ 949 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനത്തും. പാലക്കാട് 938 പോയിന്റോടെ 3ാം സ്ഥാനത്തും. 4ാം സ്ഥാനത്ത് തൃശൂർ 925 പോയിന്റോടുകൂടിയും 5ാം സ്ഥാനം കരസ്ഥമാക്കി മലപ്പുറം 913 പോയിന്റിലുമുണ്ട്. ഏതായാലും അത്യന്തം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോടിനെ പിന്നിലാക്കിക്കൊണ്ട് കണ്ണൂരിന് കലാകിരീടം നേടിയിരിക്കുകയാണ്. അരമണിക്കൂർ മുൻപ് വരെ കോഴിക്കോട് കലാകിരീടം ഉറപ്പിച്ചതുകൊണ്ട് ഒരു അവസാന നിമിഷമുണ്ടായ ട്വിസ്റ്റാണ് കണ്ണൂരിന് കലാകിരീടം സ്വന്തമാക്കിയത്. എന്തായാലും ആദ്യ 4 ദിവസവും കണ്ണൂർ തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയതെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് ഒന്നാമതെത്തിയിരുന്നു. അതിനുശേഷം ഒരു മാറ്റമുണ്ടാകും, കോഴിക്കോട് കലാകിരീടം സ്വന്തമാക്കുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ ഇപ്പോൾ കണ്ണൂര് കലാകിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. അവസാന ദിനം കിരീടം ഉറപ്പിച്ച കോഴിക്കോട് മുന്നേറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവസാന മത്സരങ്ങളിൽ ഉണ്ടായ ട്വിസ്റ്റ് കണ്ണൂരിനെ 5ാം തവണ കലോത്സവത്തിൽ കിരീടം ഉറപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിന് കലാകിരീടം 23 വർഷത്തിന് ശേഷമാണ് കണ്ണൂർ കലാകിരീടം തിരിച്ചു പിടിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2000-ൽ നടന്ന പാലക്കാട് നടന്ന കലോത്സവത്തിലാണ് കണ്ണൂർ ഏറ്റവും ഒടുവിൽ കലാകിരീടം നേടിയത്. അതിനുശേഷം 23 വർഷങ്ങൾക്കിപ്പുറമാണ് കണ്ണൂരിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം, സ്വർണ്ണ കിരീടം എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലുപരി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി വടക്കൻ ആധിപത്യം കൃത്യമായി എല്ലാ വർഷവും കലോത്സവങ്ങളിൽ ഉണ്ടാവാറുണ്ട്. വടക്കൻ ആധിപത്യം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കണ്ണൂരും തൊട്ടു പിന്നിൽ കോഴിക്കോടും വിജയിച്ച കയറുന്നത്. എന്തായാലും കലാകിരീടം അത് 23 വർഷങ്ങൾക്ക് ശേഷം എത്തുകയാണ് കണ്ണൂരിന്റെ മണ്ണിലേക്ക്. എന്തായാലും കണ്ണൂരിന്റെ കലാരവമാണ് നടക്കുന്നത്. കോഴിക്കോടിനെ ഫോട്ടോ ഫിനിഷിൽ പിന്നിലാക്കി 5ാം കലാകിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് കണ്ണൂര്. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ കോഴിക്കോടിനെ പിന്നിലാക്കിക്കൊണ്ട് കണ്ണൂരിന് കലാകിരീടം. MG മിഥുൻ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ, എന്തായാലും അങ്ങനെ ആവേശത്തിന്റെ നാളുകൾക്ക് ശേഷം കലാകിരീടം കണ്ണൂരിലേക്ക് എത്തുമ്പോൾ മത്സരങ്ങളെല്ലാം പൂർണ്ണമായോ മിഥുൻ? ഭവ്യ, മത്സരങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. അതിൽ HS വിഭാഗത്തിൽ 445 പോയിന്റാണ് കണ്ണൂർ സ്വന്തമാക്കിയത്. HSS വിഭാഗത്തിൽ 507 പോയിന്റും HS അറബിക് വിഭാഗത്തിൽ 95 പോയിന്റും HS സാൻസ്ക്രിറ്റ് വിഭാഗത്തിൽ 93 പോയിന്റും കണ്ണൂർ ജില്ല സ്വന്തമാക്കി. അത്തരത്തിൽ സർവ്വ ആധിപത്യം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയാകട്ടെ HS വിഭാഗത്തിൽ 443 പോയിന്റ്, അതായത് കണ്ണൂർ ജില്ലയേക്കാൾ 2 പോയിന്റ് കുറവാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. HS വിഭാഗത്തിൽ 506 പോയിന്റ്, കണ്ണൂർ ജില്ലയേക്കാൾ 1 പോയിന്റ് മാത്രം വ്യത്യാസമാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. HS അറബിക് വിഭാഗത്തിൽ 95 പോയിന്റാണ് കണ്ണൂർ നേടിയെങ്കിൽ കോഴിക്കോട് 90 പോയിന്റ് നേടിയിരിക്കുന്നു. HS സാൻസ്ക്രിറ്റ് വിഭാഗത്തിൽ 93 പോയിന്റ് കണ്ണൂർ നേടിയപ്പോൾ 91 പോയിന്റ് കോഴിക്കോട് നേടിയിരിക്കുന്നു. അങ്ങനെ സർവ്വാധിപത്യം കണ്ണൂർ ജില്ല സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ ഒരു ഫോട്ടോ ഫിനിഷിലൂടെ കോഴിക്കോട് ജില്ല മുൻപന്തിയിലെത്തി കപ്പ് സ്വന്തമാക്കി പോകുന്നത് നമ്മൾ പലകൂടി കണ്ടിട്ടുള്ളതാണ്. അത്രയും ആ രീതിയിലേക്ക് ഇത്തവണയും എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും അത് അരമണിക്കൂർ മുമ്പ് വരെയും ആ പ്രതീക്ഷകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മലയാള നാടകത്തിലൂടെയുള്ള ഒരു തിരിച്ചടി, അതൊരു കനത്ത പകരം തന്നെയാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ടായത്. ആ ഒരു അപ്പീലിലൂടെയാണ്
മികച്ചൊരു നേട്ടം നേടാനും ഒപ്പം തന്നെ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാനും കപ്പ് കണ്ണൂർ ജില്ലയിലേക്ക് കൊണ്ടുപോകാനും കണ്ണൂർ സാധിച്ചു എന്നുള്ളതാണ്. കണ്ണൂരിന്റെ ചുടക്കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് പക്ഷേ എന്നിരുന്നാൽ പോലും തന്നെ 3 പോയിന്റിന് വ്യത്യാസം മാത്രമാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. അവരുടെ നിരാശയുണ്ട്. പക്ഷേ മികച്ച പ്രതിഭകൾ അവിടെ നിന്ന് പങ്കെടുത്തിരുന്നു. കൂടാതെ നമുക്ക് സ്കൂൾ വിഭാഗത്തിലേക്ക് നോക്കണം. അതായത് പാലക്കാടിന്റെ ഗുരുകുലം HSS ആണ് സ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. അതായത് 249 പോയിന്റാണ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പാലക്കാട് ജില്ലയുടെ സ്വന്തമാക്കിയത്. തൊട്ട് 2ാം സ്ഥാനത്ത് തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണുള്ളത്. 116 പോയിന്റ് മാത്രമാണ് ഉള്ളത്. അതായത് ഏകദേശം 133 പോയിന്റ് വ്യത്യാസം ഈ 2 സ്കൂളുകൾ തമ്മിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ അത്യന്തം വാശിയേറിയ പോരാട്ടത്തിന്റെ ഒടുവിൽ കോഴിക്കോടിനെ പിന്നിലാക്കിക്കൊണ്ട് കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. MC മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5750, പവന് 46,000. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4785, പവന് 38,280. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ.